ക്വാറന്റൈൻ അനുഭവം തുറന്നു പറഞ്ഞ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ 2 യുവ സന്യാസിനികൾ. ക്വാറന്റൈൻ ദിനങ്ങളിൽ ദൈവത്തിന്റെ കരുതലും സ്നേഹവും തങ്ങൾക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചെന്നും ഇവർ പറയുന്നു. ഫിലിപ്പൈൻസിലെ മനിലയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സാന്തോ തോമസ് യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിക്കാനിരിക്കെയാണ് സിസ്റ്റർ മെറ്റിൽഡയ്ക്കും സിസ്റ്റർ സാലി തെരേസിനും കോവിഡ്-19 തിരിച്ചടിയായത്. വിസ കാലാവധി പൂർത്തിയായിരുന്നതിനാൽ 15 ദിവസത്തിനകം രാജ്യം വിടണമെന്ന ഫിലിപ്പൈൻസ് സർക്കാരിന്റെ ഓർഡർ കിട്ടിയെന്നും ദൈവാനുഗ്രഹത്താലാണ് തങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരുവാനുള്ള ഫ്ലൈറ്റ് കിട്ടിയതെന്നും ഇവർ പറയുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും പരിപാലനവും ഒക്കെ അനുഭവിക്കാൻ പറ്റിയ ഒരവസരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് കോവിഡ് കാലഘട്ടം, അല്ലെങ്കിൽ ക്വാറന്റൈൻ കാലഘട്ടം. ഞങ്ങൾ ഫിലിപ്പീൻസിൽ നിന്ന് പോരാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിസ എക്സ്പയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് 15 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് ഓർഡർ ടു ലീവ് ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടിയത് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ്. അതിന് ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ 15 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടും നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാത്തതുകൊണ്ടും എയർ ഇന്ത്യ വഴിയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടും വളരെ കഷ്ടപ്പെട്ടാണ്. ഞങ്ങൾ ഒത്തിരി ടെൻസ്ഡായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും വലിയ ഒരു അനുഭവമായി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം അപ്രതീക്ഷിതമായി തന്നെ ഒരിക്കലും സാധിക്കില്ല, ടിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു അവസരത്തിൽ ഇന്ത്യൻ എംബസി ഞങ്ങളെ വിളിച്ചറിയിച്ചിരുന്നു ടിക്കറ്റ് കിട്ടില്ല എന്ന്. ആ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് ശരിയായി. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട്. അതിനുശേഷവും ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് അവിടെ ഇറങ്ങി ക്വാറന്റൈനിലായിരിക്കുമ്പോഴും, അതിനുശേഷം ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ ഇപ്പോഴും ക്വാറന്റൈനിലായിരിക്കുമ്പോഴും ഒത്തിരി സപ്പോർട്ട് അത് സഭാധികാരികളിൽ നിന്ന്, ഞങ്ങളുടെ സുപ്പീരിയേഴ്സിൽ നിന്ന്, ഞങ്ങളുടെ സിസ്റ്റേഴ്സിൽ നിന്ന്, ഒപ്പം രാഷ്ട്രീയ അധികാരികളിൽ നിന്ന്, ഇവിടെയുള്ള വാർഡ് മെമ്പർ, അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർ, എല്ലാവരിൽ നിന്നും വലിയ ഒരു സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടിടയായിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിൽ ഇറങ്ങിയ സിസ്റ്റർ മെറ്റിൽഡയും സിസ്റ്റർ സാലി തെരേസും കർണാടക സർക്കാരിന്റെ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും പൂർത്തിയാക്കി കോവിഡ് ഫലം നെഗറ്റീവാണെന്ന് തെളിഞ്ഞതിനാൽ ഇരുവർക്കും കേരളത്തിലേക്ക് വരാൻ അനുമതി ലഭിച്ചു. ഇവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞ് വന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ ഓൺലൈൻ വഴി കുർബാന അറ്റൻഡ് ചെയ്യാനും പിന്നെ ജപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനും ഒത്തിരിയധികം സമയം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആയാലും എല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു. അവരും ഓരോ ദിവസവും ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വിശദ വിവരങ്ങൾ അവരും അന്വേഷിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളിവിടെ ക്വാറന്റൈൻ വളരെ സന്തോഷകരമായിട്ട് 14 ദിവസം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ക്വാറന്റൈൻ കാലഘട്ടത്തിൽ തങ്ങൾക്ക് പ്രാർത്ഥനയും ധൈര്യവും പകർന്ന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ടായിരുന്നുവെന്നും സിസ്റ്റർ മെറ്റിൽഡയും സിസ്റ്റർ സാലി തെരേസും പറയുന്നു. ക്വാറന്റൈൻ ദിനങ്ങൾ തങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചതെന്നും ഈ ദിനങ്ങളിൽ തങ്ങൾക്ക് കൂടുതലായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സാധിച്ചെന്നും ഈ യുവ സന്യാസിനികൾ പറയുന്നു. തൃശൂർ ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ക്യാമറാമാൻ അരുൺ ജോസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.